ലഹരി വ്യാപനത്തിനെതിരെ കടുത്ത തീരുമാനങ്ങളുമായി മഹല്ല് കമ്മിറ്റികൾ. കോഴിക്കോട് പുതുപ്പാടിയിൽ ചേർന്ന യോഗത്തിലാണ് കർശന തീരുമാനങ്ങൾ സ്വീകരിക്കാൻ തീരുമാനമായത്. വിവാഹം ലഹരി ഉപയോഗമില്ലാത്തവരുമായി മാത്രമാക്കും. പെൺകുട്ടികളുടെ സൗഹൃദങ്ങളിൽ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്താനും തീരുമാനമായി. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിങ്. നല്ലൊരു വാർത്തയാണ് അല്ലേ രാഹുൽ? ഏത് രീതിയിൽ ഇത് നടപ്പാക്കാനാണ് മഹലിൻ്റെ തീരുമാനം? നമ്മളിപ്പോൾ ഇതിന് തൊട്ടു മുൻപ് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് മാറ്റിയിട്ട് അതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, കലാപരിപാടികളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ ഈ വാർത്ത കൂടി വരുമ്പോൾ വലിയ സന്തോഷം. കൂടുതൽ വിവരങ്ങൾ പറയൂ രാഹുൽ. സ്മിത, വെരി ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ് ഈ പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഇത്തരത്തിലൊരു യോഗം ചേരാൻ കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരി, പുതുപ്പാടി മേഖലകളിൽ ലഹരി ഉപയോഗിച്ച ശേഷം 2 കൊലപാതകങ്ങൾ നടന്നിരുന്നു. അതുമാത്രമല്ല, ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണവും ഈ മേഖലകളിൽ വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുതുപ്പാടി പഞ്ചായത്തിലുള്ള മഹല്ല് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ഇന്ന് ചേർന്നത്. ആ യോഗത്തിലാണ് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതിലൊന്ന്, ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്ക് മാത്രമേ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് നൽകുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം. മറ്റൊന്ന്, പെൺകുട്ടികൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് സംബന്ധിച്ച് ഈ പെൺകുട്ടികൾക്ക് ഒരു ക്ലാസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മാതാപിതാക്കൾക്ക് ഒരു ക്ലാസ് നൽകും. അതായത് ഈ കുട്ടികളോടൊക്കെ എങ്ങനെ പെരുമാറണം, അവരോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നത് സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഒരു ക്ലാസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന മഹല്ല് കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ നടപ്പാക്കി തുടങ്ങുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിൽ അത് പെൺകുട്ടികൾക്ക് തന്നെയായിരിക്കും ക്ലാസ് നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകും. ഏറ്റവും ഒടുവിലായിരിക്കും മാതാപിതാക്കൾക്ക് ഇത് സംബന്ധിച്ച ക്ലാസുകൾ നൽകുക. ഇന്ന് ചേർന്ന തീരുമാനം ഉടൻ തന്നെ നടപ്പാക്കി തുടങ്ങുമെന്നാണ് മഹല്ല് കമ്മിറ്റികൾ അറിയിച്ചിട്ടുള്ളത്. സ്മിത.